കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ. ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 300ഓളം കമൻറ്റ് വന്നിട്ട് നമുക്ക് 2 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നവർക്ക് ഉള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 23-ാം തീയതിയാണ്, 5-ാം തീയതി വരെ. അപ്പോൾ ഏകദേശം ഒരു 8-5 ഇതാ നമ്മുടെ ഒരു സീഡ്ലെസ് ലെമണാണ് കേട്ടത്. അപ്പോൾ ഇതാ ഇവിടെ കാര്യമായിട്ട് നാരങ്ങൊന്നും കാണാനില്ലല്ലോ, പക്ഷെ നാരങ്ങ ഉണ്ട് അതിൽ. ഇതൊക്കെ കിടക്കുന്നത് അവിടെ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ട്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടല്ലേ, ഇതേ രീതിയിലാണ് നിലത്ത് കായ്ച്ചിട്ടാണ് കിടക്കുന്നത്. ഇതാ പഴുത്തിട്ട് പൊട്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്നത്തെ വിളവെടുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പം ഇതിന് കുറച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതവിടെ 2 എണ്ണം പഴുത്തിൽ തന്നെ ഉണ്ട് കേട്ടോ, ഒരു 5-8 നാരങ്ങ. 8 പഴുത്ത് പൊട്ടിക്കാനുള്ള ഒരു 5-8 ഉണ്ട്, കൂടാതെ വേറെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ നാരങ്ങ പൊട്ടിച്ചിട്ട് ഇതാ ഈ വീഡിയോ കാണുന്നവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ നാരങ്ങല്ല, ഇതുപോലെ നാരങ്ങ പൊട്ടിച്ച് ഈ വീഡിയോ കാണുന്നവർക്ക് 2 കിലോ നാരങ്ങ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെന്താ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കുറച്ച് വിളവെടുക്കുകയാണ്. അടിയിലൊരെണ്ണം വീണ് കിടക്കുന്നുണ്ട്. വീണ് കിടന്നാലും ഞാൻ മുന്നേ പറഞ്ഞാണ് നാരങ്ങയ്ക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ തന്നെ അതാ ഇവിടെ ഒരെണ്ണമുണ്ട്, 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട് പഴുത്ത്. ഇതൊക്കെ നമ്മൾ അടുത്ത് വന്ന് നോക്കിയാലേ നാരങ്ങ കാണുള്ളൂ. അപ്പോൾ അത് അത്രയും നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൊലയിൽ ഇതാ 5 എണ്ണം ഉണ്ട്, പക്ഷെ അതിൽ 2 എണ്ണം പഴുത്തിട്ടുണ്ട്. എന്നാലും അത് 5 കൊണ്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതേ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാരങ്ങ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുകളിൽ നിന്നിട്ട് പോകുന്നിട്ടോ, നല്ല വെയിലാണ്, സമയം 12 മണിയൊക്കെ ആയി. അപ്പോൾ ഇതാ നമ്മുടെ വേറെ സീഡ്ലെസ് ലെമണാണ്. അപ്പോൾ 10-ാം തീയതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ ആയതിൻ്റെ പേരിൽ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് 3 ചെടികൾ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയവർക്ക് അതിൽ കമൻറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളുമാണ് ഇന്ന്. അതുപോലെ കുറച്ച് നാരങ്ങയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും ചെടിയും നാരങ്ങയൊക്കെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇന്ന് ചെടി പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ പലരും സംശയം, നമ്മൾ ചെടിയുടെ പാക്കിങ് മുന്നേ കാണിച്ചിട്ടുണ്ടായാലും ഇപ്പോഴും പലർക്കും സംശയമുണ്ട്. അപ്പോൾ ചെടി പാക്ക് ചെയ്യാൻ എങ്ങനെയാണ് പാക്കിങ് കാര്യങ്ങൾ സേഫ്റ്റി ആയിട്ട് നമ്മുടെ ഇവിടുന്ന് നമ്മൾ കൊറിയറൊക്കെ അയച്ച കയ്യിലെത്തും എന്നുള്ള ഡൗട്ടുണ്ട്. ആ ഡൗട്ട് കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ ഗിഫ്റ്റ് പാക്കിങ്, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ഗിഫ്റ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. താഴത്ത് പോയിട്ട് ഒക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ആ 3 തൈകൾ നമ്മൾ കഴിഞ്ഞ 10-ാം തീയതി ചെയ്ത വീഡിയോ ഒക്കെ നമ്മൾ 20-ാം തീയതി അനൗൺസ്മെൻറ്റ് ചെയ്ത സംഭവമാണ്. 1-ാം സ്ഥാനം കിട്ടിയ ലൈക്കിന് കിട്ടിയ ആൾക്കുള്ളതാണ് ഈ 2 ചെടികൾ. ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് ഫസ്റ്റ് കിട്ടിയ ആൾക്കാർക്ക്. അപ്പോൾ ഏറ്റവും നല്ലൊരു കമൻറ്റ് ചെയ്തിട്ട് 85ഓളം ലൈക്ക് കിട്ടിയത് നമ്മുടെ സക്കീർ പാലക്കാട്, നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ്, അത്തിപ്പറ്റ, നമ്മൾ അറിയുന്ന സ്ഥലം കൂടിയാണ്. ആ പുള്ളിക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഉണ്ട്. അതുപോലെ ഈ ഒരു ചെടി സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് 30ഓളം ലൈക്ക് കമൻറ്റ് ചെയ്ത് 30ഓളം ലൈക്ക് കിട്ടിയിട്ടുള്ളത് അജിസൽ കെ അങ്ങനെ എന്തോ ആ പേരാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചെടി അതിനും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പാക്കിങ് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് അത് എങ്ങനെ പാക്ക് ചെയ്യുന്നത് കാണുകയും ചെയ്യാം. സാധാരണ നമ്മളൊരു കാർഡ്ബോർഡ് പെട്ടിയിലാണ് നമ്മൾ പാക്ക് ചെയ്യാറുള്ളത്, അത്യാവശ്യം ബലമുള്ളൊരു പെട്ടിയിൽ. അപ്പോൾ അതിനൊന്ന് ആദ്യം ഒന്ന് ചുരുക്കിയെടുക്കുന്നുണ്ട്. മുന്നത്തെ രീതി ഏറ്റവും ഫസ്റ്റ് അങ്ങനെയല്ല പാക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒന്ന് ചുരുക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ബോക്സിനെ. ശേഷം നമ്മൾ അയക്കാനുള്ള തൈ ആയതുകൊണ്ട് തുള്ളി വെള്ളത്തിൽ ചകിരിച്ചോറും ചാണകപ്പൊടി ഇട്ടാണ് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുള്ളത്. വെള്ളനനവുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു കവറിൽ കെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ സംഭവം ഓവർ വെയിറ്റില്ല, മണ്ണാണെങ്കിൽ നമുക്ക് ഇതേപോലെ പാക്ക് ചെയ്ത് അയക്കാനും പറ്റില്ല. അപ്പോൾ ഓൾറെഡി പാർസൽ അയക്കാൻ വേണ്ടി നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രം നിറച്ച് വെച്ചിട്ടാണ് ഈ 8-10 ഗ്രോ ബാഗിൽ ചെടികൾ വെച്ചിട്ടുള്ളത്. ഇവിടെ സംഭവം ഇരിക്കുന്നുണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ ഉണ്ട്, എല്ലാ തൈകളും ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഉണ്ട്. തൈകൾ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് ലീക്കൊന്നും പുറത്ത് വരാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് വെച്ച് പാക്ക് ചെയ്യാം. അടിഭാഗം സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ചെറുത് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയൊന്ന് സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ചെടികൾ വെച്ച് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് അങ്ങോട്ട് മടക്കി കൊടുത്ത് ആദ്യം അടിഭാഗം ഒന്ന് സേഫ്റ്റി ആക്കുകയാണ്, നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയുള്ള ഭാഗം. അതിനുശേഷം നല്ല ഒന്നിങ്ങനെ അങ്ങോട്ട് വളച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിൽ പാക്ക് ആക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിമിഷം കൊണ്ടൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുക. ഇതേ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കെട്ടി കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കുകയാണ്. നമ്മുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സേഫ്റ്റിയാണ്. നമ്മൾ അയച്ചു കൊടുത്തിട്ടൊന്നും ഇതുവരെ എവിടെ അങ്ങനെ കാര്യത്തിൽ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇതേ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അടിഭാഗം നല്ല ഭദ്രമായി കഴിഞ്ഞ് നമുക്ക് നിർത്തിച്ചൊക്കെ കറക്റ്റ് രീതിയിലായിട്ടുണ്ട്. ഇനി നന്നായി ടാപ്പൊക്കെ ചുറ്റി കൊടുത്ത് സെറ്റാക്കണം. ഒരു കെട്ടുപണി കെട്ടി കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലൊരു കെട്ടുപണി സേഫ്റ്റിക്ക് വേണ്ടി കെട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിട്ടി. ഇപ്പോൾ നമ്മൾ ആദ്യം 2 ചെടിയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചെടി പാക്ക് ചെയ്യാണ്ട് അത് ഒരു സിംഗിൾ ഒരു ഒറ്റ ചെടി ആയതുകൊണ്ട് തന്നെ ഇത്ര പണിയില്ല. വളരെ സിമ്പിളായിട്ട് ഒന്നും കൂടി റൗണ്ടായിട്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇതിനെ കയറൊന്ന് ഊരിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടൊരു ക്രോസ് കട്ട് അങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. ക്രോസ് ആയിട്ടൊന്ന് അങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും സേഫ്റ്റി കിട്ടും, സ്ട്രോങ്ങായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എവിടെ എറിഞ്ഞാലും നമ്മുടെ ചെടിക്കൊരു കേടും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ കൊറിയർ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത്. അവർ വളരെ ഭദ്രമായിട്ട് നമ്മുടെ ചെടികളൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട്. അവർക്കറിയാം അത് ലൈവ് പ്ലാന്റാണ്, നമുക്ക് അതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ നമ്മൾ അയച്ചു കൊടുത്തവരൊക്കെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഭദ്രമായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ രീതിയിൽ അപ്പോൾ അതാ നമ്മുടെ കെട്ടിക്കഴിഞ്ഞു. ഇനി ഒന്ന് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ചുറ്റും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ട. ഈ വീഡിയോ കാണുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ഏതെന്നൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. പാക്കിംഗ് ഒന്ന് കഴിയട്ടെ, എന്നാലും പൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാക്കിങ് അടിപൊളി സേഫ്റ്റിയായി ടാപ്പൊക്കെ ചുറ്റും ടാപ്പ് അടിച്ചു. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്നുകൂടി ടാപ്പ് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഭദ്രമാവും. ഇതേ രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്ര ഉള്ള സംഭവം. നമ്മുടെ പാക്കിങ് ഏകദേശം കഴിഞ്ഞു. 2 ചെടീനെ പാക്ക് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാപ്പ് ഉണ്ട്. എന്തിനാ വെച്ചാൽ നമുക്ക് എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ദിവസം 2 ദിവസം ഇരുന്നാലും ഒന്നൊരു ഇത് അഴുകി പോകാതിരിക്കാൻ വേണ്ടി ഇതിൽ കൂടെ കാറ്റും ഇതൊക്കെ കിട്ടും. അതുപോലെ തന്നെ വെള്ളം നനവും കൊണ്ട് അടിയിൽ. അപ്പോൾ 2 ചെടി നമ്മൾ പാക്ക് ചെയ്തു. ഇനി ഒരു ചെടി കൂടി പാക്ക് ചെയ്തെടുക്കാണ്ട് മതി. രണ്ടാമത്തെ ചെടി നമ്മൾ കെട്ടി സെറ്റാക്കി. 2 ചെടികൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. 3 ചെടികൾ 2 പാക്കറ്റായിട്ട് ആക്കി കഴിഞ്ഞു. 2 ചെടി ഇതൊരു ചെടി. അപ്പോൾ ആർക്കൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് സക്കീർ എന്നാണ് പേര്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പാലക്കാട് ജില്ല അത്തിപ്പറ്റ. ഈ 2 ചെടി നമ്മളിതിൽ അഡ്രസ്സ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചെടി അജിസൽ കേക്ക്, സ്ഥലം മലപ്പുറമാണ്, മലപ്പുറം മോങ്ങത്താണ്. അപ്പോൾ ഒരു ചെടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 2 പാക്കറ്റ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി അഡ്രസ്സൊക്കെ എഴുതി. അപ്പോൾ ഇനിയാണ് കാര്യത്തിൽ കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗിഫ്റ്റിൻ്റെ പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ പറഞ്ഞ വെറൈറ്റിയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആയത്. അപ്പോൾ 18 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 300ഓളം കമൻറ്റ് വന്നിട്ട് നമുക്ക് 2 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നവർക്ക് ഉള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി. ഇതാ ഈ 2 ചെടി ഈ വീഡിയോ കാണുന്ന കമൻറ്റ് ചെയ്ത് അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് ഈ 2 നാരങ്ങ ചെടി. അതുപോലെ തന്നെ 2 കിലോയോളം നാരങ്ങ നമ്മൾ പൊട്ടിച്ചിട്ട് ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഏതുവരെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 5-ാം തീയതി വരെ, ഞായറാഴ്ചയാണ് വരിക. ജനുവരി 5-ാം തീയതി കാലത്ത് 10 മണി വരെ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിന് ഏറ്റവും ലൈക്ക് ആർക്കാണ് കിട്ടുന്നത് അവർക്കുള്ളതാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് 2 നാരങ്ങ ചെടി. അതുപോലെ രണ്ടാമത് ലൈക്ക് കിട്ടുന്നവർക്ക് ഇത്രയും നാരങ്ങ നമ്മൾ 2 കിലോയോളം നാരങ്ങ നമ്മൾ പാർസലായിട്ട് ഇതേപോലെ അയച്ചു തരും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 23-ാം തീയതിയാണ്, 5-ാം തീയതി വരെ. അപ്പോൾ ഏകദേശം ഒരു 8, 5, 13 ദിവസത്തോളം. 1-ാം തീയതി 2-ാം തീയതി ഒക്കെ നമുക്ക് തിരക്കും കാര്യങ്ങളും കടയിൽ. അപ്പോൾ അത് കാരണം വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞായറാഴ്ച ജനുവരി 5 ഞായറാഴ്ച വരെ 10 മണി വരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ പാർസലായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വെക്കാം. അപ്പോൾ ലൈക്കും കമൻറ്റ് കിട്ടുന്നവരെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ചാനൽ വെറൈറ്റി പരിപാടികളാണ്. നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്യണ സംഭവമാണ് ഇപ്പം എന്നുള്ളത്. ആ പാക്കിങ് കണ്ടാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ 1 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ തുടക്കത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ള ഫുഡി ട്രാവലറിൻ്റെ ജോഷിയായിട്ട് വന്നത് നമ്മുടെ തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ പുള്ളിയും പറഞ്ഞു വളരെ പെട്ടെന്നാണ് 1 ലക്ഷം സബ്ബൊക്കെ ആയത്. അപ്പോൾ നിങ്ങളൊക്കെ കൃഷിനെ അത്രയും സ്നേഹിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് സബ്ബൊക്കെ ആയി പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കാൻ ഒരിക്കലും കഴിയില്ല. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും നമുക്ക് അതങ്ങനെ ഇതായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിനാണ് ഒരു ഇത് വെച്ചിട്ടുള്ളത്. കമൻറ്റ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കമൻറ്റിന് കൃഷി ഇഷ്ടപ്പെടുന്നവരോട് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നാൽ നിങ്ങൾക്ക് ചെടിയും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഈ വീഡിയോ കണ്ടാൽ കിട്ടും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.